ഇടുക്കിയിൽ റോഷി അഗസ്റ്റിൻ 11 വോട്ടുകൾക്ക് മുന്നിൽ. മാണി സി കാപ്പന്റെ ലീഡ് ഉയരുന്നു, അത് 248ലേക്ക്. പാലയിൽ മാണി സി കാപ്പൻ തുടരുമോ? കാത്തിരുന്ന് കാണണം. 248. ഒല്ലൂരിൽ കെ രാജൻ 72 വോട്ടിന് മുന്നിൽ. ഒല്ലൂർ ജയിച്ചാൽ സംസ്ഥാനം ജയിക്കാമെന്നാണ് പറയുന്നത്. കെ രാജൻ 72 വോട്ടിന്. മാവേലിക്കരയിൽ MS അരുൺകുമാറിന്റെ ലീഡ് 98ആയി. മാവേലിക്കരയിൽ LDF ഉറപ്പിക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെ 98 വോട്ടുകൾക്ക് MS അരുൺകുമാർ മുന്നിൽ. മണ്ണാർക്കാട് M ഷംസുദ്ദീന്റെ ലീഡ് 12. ഒപ്പം പാലക്കാട്ട് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ പിന്നിലേക്ക് പോയിരിക്കുന്നു. ആറന്മുളയിൽ അബിൻ വർക്കി ലീഡ് എടുക്കുന്നു എന്ന വാർത്തയുണ്ട്. ആറന്മുളയിൽ അബിൻ വർക്കി ലീഡ് ചെയ്യുന്നു. 61 വോട്ടിന് ആറന്മുളയിൽ അബിൻ വർക്കി ലീഡ് എടുക്കുന്നു. പത്മജ തൃശൂരിൽ പത്മജ വേണുഗോപാൽ ലീഡ് 127. തൃശൂരിൽ പത്മജ വേണുഗോപാൽ വീണ്ടും കേരളത്തിൽ NDA ഒരു സീറ്റിലാണ് മുന്നിട്ട് നിൽക്കുന്നത്. തൃശൂരിൽ പത്മജ വേണുഗോപാൽ ഇപ്പോഴും ലീഡ് തുടരുകയാണ്. NDA 1, LDF 50, UDF 49, NDA 1 എന്നുള്ളതാണ് കണക്ക്. കാസർഗോഡ് പക്ഷേ അശ്വിനി ഇപ്പോൾ പിന്നിൽ പോയി അല്ലേ? അബിൻ വർക്കി 66 വോട്ടുകൾക്ക് മുന്നിൽ എന്ന വിവരം പുറത്തു വരുന്നു. വൈപ്പിനിൽ MB ഷൈനി മുന്നിലാണ്. ഏറനാട് PK ബഷീറിന്റെ ലീഡ് 88ആയി. ആറന്മുളയിൽ അബിൻ വർക്കിയുടെ ലീഡ് ഇപ്പോൾ 111ലേക്ക് മാറിയിരിക്കുന്നു. 27 110ലേക്ക് വളരെ പെട്ടെന്ന് അബിൻ വർക്കി 51 ഇഞ്ചോടിഞ്ച് പോരാട്ട ചിത്രമാണ്. നേമത്ത് ഇതുവരെ രാജീവ് ചന്ദ്രശേഖരന്റെ ചിത്രം നേമത്തെ ഇതുവരെ വന്നിട്ടില്ല. തിരുവനന്തപുരത്തെ വളരെ പതുക്കെയാണ് അല്ലെ? പലയിടങ്ങളിലും കൗണ്ടിംഗ് നടക്കുന്നത് എന്നുള്ളതാണ്. തിരുവനന്തപുരത്തുള്ള കണക്കുകൾ വൈകുന്നു. അതെ, അരുവിക്കരയിൽ G സ്റ്റീഫൻ 11 വോട്ടുകൾക്ക് മുന്നിൽ. പൂഞ്ഞാറിൽ MJ സെബാസ്റ്റ്യൻ 102 വോട്ടുകൾക്ക് മുന്നിൽ. UDF സ്ഥാനാർത്ഥി. ചേലക്കരയിൽ LDF മുന്നിൽ. കുന്നംകുളത്ത് LDF മുന്നിൽ. ഗുരുവായൂരിൽ UDF മുന്നിൽ. തൃശൂരിൽ ബി അബ്ദുറഹ്മാൻ പിന്നിൽ. ബി അബ്ദുറഹ്മാൻ തിരൂരിൽ പിന്നിട്ട് നിൽക്കുന്നു. മറ്റൊരു മന്ത്രി കൂടി പിന്നിൽ. ബി അബ്ദുറഹ്മാൻ പിന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. എലത്തൂരിൽ ശശീന്ദ്രൻ പിന്നിട്ട് നിൽക്കുന്നു. പക്ഷേ R ബിന്ദു ഇരിങ്ങാലക്കുടയിൽ ലീഡ് തിരികെ പിടിച്ചു. പാലയിൽ മാണി സി കാപ്പന്റെ ലീഡ് കുതിക്കുന്നു. അത് 188 ആകുന്നു. പാലയിൽ മാണി സി കാപ്പൻ ലീഡ് നേടുന്നു. 188 വോട്ട്. തൃക്കാക്കരയിൽ UDF ലീഡ് 93 വോട്ടിന്റെ ലീഡ് നേടിയിരിക്കുന്നു. ഏറ്റുമാനിൽ VN വാസവൻ 57 വോട്ടുകൾക്ക് മുന്നിൽ. കടുത്തുരുത്തിയിൽ മോൻസ് ജോസഫ് 340ലേക്ക് കുതിക്കുകയാണ്. കടുത്തുരുത്തിയിൽ മോൻസ് ജോസഫ്. വീണ ജോർജ് പിന്നിൽ. ആറന്മുളയിൽ വീണ ജോർജ് പിന്നിൽ. മറ്റൊരു മന്ത്രി കൂടി പിന്നിൽ. വീണ ജോർജ് പിന്നിൽ. അബിൻ വർക്കി UDF ആണ് മുന്നിട്ട് നിൽക്കുന്നത് ആറന്മുളയിൽ. ഇതാണ് ഏറ്റവും ഒടുവിലത്തെ കണക്ക്. എന്തായാലും മന്ത്രിമാരിൽ റോഷി അഗസ്റ്റിൻ തിരിച്ചു വരുന്നു എന്നുള്ള കാര്യമാണ്. ശിവൻകുട്ടി V 14 വോട്ടുകൾക്ക് മുന്നിൽ. നേമത്ത് V ശിവൻകുട്ടി 14 വോട്ടുകൾക്ക് മുന്നിൽ. നേമത്തെ ആദ്യ പല സൂചനകൾ LDFന് CPM അനുകൂലമാണ്. V ശിവൻകുട്ടി 14 വോട്ടുകൾക്ക് മുന്നിൽ. 53 51 എന്ന കണക്കായിരിക്കുകയാണ്. അവിടെ ശിവൻകുട്ടി മുന്നിൽ എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ. നേമത്ത് ശിവൻകുട്ടി മുന്നിൽ. ലീഡ് ലഭിക്കുന്നുണ്ട് പല മണ്ഡലങ്ങളിലും എന്നതാണ് വരുന്ന വാർത്ത. പത്തനാപുരത്ത് KB ഗണേഷ് കുമാർ 61 വോട്ടുകൾക്ക് മുന്നിൽ. പത്തനാപുരത്ത് KB ഗണേഷ് കുമാർ ലീഡ് തിരിച്ചു പിടിച്ചു. 61 വോട്ടുകൾക്ക് മുന്നിൽ. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ലീഡ് 500 കടന്നു എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കോട്ടയത്ത് തിരുവഞ്ചൂർ വളരെ വേഗം വലിയ ലീഡിനെ കുതിക്കുകയാണ്. ഗുരുവായൂരിൽ NK അക്ബർ 60 വോട്ടുകൾക്ക് മുന്നിൽ എന്ന വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പത്തനാപുരത്ത് KB ഗണേഷ് കുമാർ ലീഡ് 78ലേക്ക് മാറുകയാണ്. അങ്ങനെ KB ഗണേഷ് കുമാർ തിരിച്ചു കയറുന്നു എന്ന വാർത്ത. മലപ്പുറത്ത് ലീഗിന്റെ തേരോട്ടം തുടരുകയാണ്. കൊണ്ടോട്ടി, ഏറനാട്, മലപ്പുറം, മങ്കട, മഞ്ചേരി മണ്ഡലങ്ങളിൽ UDF ലീഡ് ചെയ്യുന്നുണ്ട്. മലപ്പുറത്ത് ഈ ലീഗിന്റെ തേരോട്ടം തുടങ്ങിയിരിക്കുന്നു. അൻവർ സായത്ത് ആലുവയിൽ 123 വോട്ടുകൾക്ക് മുന്നിൽ. TP രാമകൃഷ്ണൻ പേരാമ്പ്രയിൽ 25 വോട്ടുകൾക്ക് പേരാമ്പ്രയിൽ TP രാമകൃഷ്ണൻ മുന്നിൽ. ചാത്തന്നൂരിൽ ഇപ്പോഴും BJP NDA ലീഡ് തുടരുന്നു. കേവലം 6 വോട്ട് മാത്രമാണെങ്കിലും ചാത്തന്നൂരിൽ ലീഡ് തുടരുന്ന പശ്ചാത്തലം. LDF 56, UDF 50. വലിയ എഡ്ജിലേക്ക് ഒരു മാറ്റം ഈ പോസ്റ്റൽ ബാലറ്റ് എണ്ണുമ്പോൾ ഉണ്ടാകുന്നു. കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻ ലീഡ് തിരിച്ചു പിടിച്ചു. അവിടെ നേരത്തെ V മുരളീധരൻ ലീഡ് ചെയ്തതാണ്. പക്ഷേ കടകംപള്ളി സുരേന്ദ്രൻ കഴക്കൂട്ടത്ത് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുകയാണ്. ചടയമംഗലത്ത് ചിഞ്ചുറാണി തിരിച്ചു വരുന്നു. ലീഡ് നേടിയിരിക്കുകയാണ്. 11 വോട്ടുകൾക്ക് മുന്നിൽ. KB ഗണേഷ് കുമാർ പത്തനാപുരത്ത് ഇപ്പോഴും മുന്നിട്ട് നിൽക്കുകയാണ്. ഇതാണ് ഏറ്റവും ഒടുവിൽ. മണലൂരിൽ TN പ്രതാപൻ 44 വോട്ടുകൾക്ക് മുന്നിൽ. പുനലൂരിൽ C അജയ് പ്രസാദ് 243 വോട്ടുകൾക്ക് മുന്നിൽ. മണലൂരിൽ TN പ്രതാപൻ 43 വോട്ടുകൾക്ക് മുന്നിൽ. പുനലൂരിൽ C അജയ് പ്രസാദ് 253. പാറശാലയിൽ നെയ്യാറ്റിൻകര സനൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മുന്നിൽ 25 വോട്ടുകൾക്കാണ് മുന്നിൽ. പാറശാലയിൽ നെയ്യാറ്റിൻകര സനൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി 25 വോട്ടുകൾക്ക് മുന്നിൽ. പുതുമയിൽ CH കുഞ്ഞമ്പു 82 വോട്ടുകൾക്ക് മുന്നിൽ. വർക്കലയിൽ LDF മുന്നിൽ. വർക്കലയിൽ തുടക്കത്തിൽ V ജോയ് LDF മുന്നിൽ. വർക്കല കഹാർ പിന്നിൽ എന്നുള്ളതാണ്. ഇപ്പോഴും KB ഗണേഷ് കുമാറും ചിഞ്ചുറാണിയും മുന്നിട്ട് നിൽക്കുകയാണ്. 2 മന്ത്രിമാർ മുന്നിട്ട് നിൽക്കുന്നു. തൃത്താലയിൽ ബൽറാം ലീഡ്. അവിടെ MB രാജേഷ് പിന്നിൽ. MB രാജേഷ് ഇപ്പോഴും പിന്നിൽ.
കോങ്ങാട് LDFന്റെ ലീഡാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ MP രാജേഷ് പിന്നിട്ട് നിൽക്കുന്നു. ചിഞ്ചുറാണി ലീഡ് തിരിച്ചുപിടിച്ചു. റോഷി അഗസ്റ്റിൻ ലീഡ് തിരിച്ചുപിടിച്ചു. കടകംപള്ളി സുരേന്ദ്രൻ മുന്നിൽ നിൽക്കുന്നു. ശിവൻകുട്ടി മുന്നിൽ. നെയ്യാറ്റിൻകരയിൽ K. ആൻസലൻ 47 വോട്ടുകൾക്ക് മുന്നിൽ, വണ്ടൂരിൽ AP അനിൽകുമാർ 33 വോട്ടുകൾക്ക് മുന്നിൽ, കോവൂർ കുഞ്ഞുമോൻ കുന്നത്തൂരിൽ ആദ്യ ലീഡ് 21 വോട്ടുകൾക്കാണ്. കുന്നത്തൂരിലെ ആദ്യ ലീഡ് ഫലം വരുമ്പോൾ കോവൂർ കുഞ്ഞുമോൻ തന്നെയാണ് ഇപ്പോൾ മുന്നിൽ ഉള്ളത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയുണ്ട്. കോട്ടയം ജില്ലയിൽ വൈക്കത്തും കാഞ്ഞിരപ്പള്ളിയിലും LDF ലീഡ് ചെയ്യുകയാണ്. അതേസമയം പൂഞ്ഞാറിലും കടുത്തുരുത്തിയിലും പുതുപ്പള്ളിയിലും UDFന്റെ ലീഡ് തുടരുകയാണ്. വൈക്കം, കാഞ്ഞിരപ്പള്ളി, ഇതാണ് LDFന്റെ ലീഡ് കിട്ടുന്ന ഇപ്പോഴത്തെ മണ്ഡലങ്ങൾ. തൃത്താലയിൽ ഇപ്പോഴും ബൽറാം മുന്നിൽ. ഏറ്റുമാനൂരിൽ നാട്ടകം സുരേഷ് 54 വോട്ട് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാട്ടകം സുരേഷിനെ ഇറക്കിയുള്ള പരീക്ഷണം വിജയം കാണുന്നു എന്നതിന്റെ സൂചന. കൊട്ടാരക്കരയിൽ KN ബാലഗോപാൽ 151 വോട്ടുകൾക്ക് മുന്നിൽ. കൊട്ടാരക്കരയിൽ 151 വോട്ടുകൾക്ക് KN ബാലഗോപാൽ മുന്നിൽ. കഴക്കൂട്ടത്ത് നേരത്തെ പറഞ്ഞ പോലെ കടകംപള്ളി സുരേന്ദ്രൻ ലീഡ് തിരിച്ചുപിടിക്കുന്നു. മന്ത്രി ചിഞ്ചുറാണി മുന്നിൽ കയറിയിരിക്കുന്നു. ചടയമംഗലത്ത് മന്ത്രി ചിഞ്ചുറാണി 28 വോട്ടുകൾക്ക് മുന്നിൽ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കണക്ക് കൂടിയുണ്ട്. ഇപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണല്ലോ. LDF 56, UDF 50 എന്ന രീതിയിൽ LDFന്റെ ലീഡ് കൂടുന്നു. NDA 2 സീറ്റിൽ, മറ്റുള്ളവർ 1 എന്നുള്ളത് G. സുധാകരനാണ്. ഇപ്പോൾ LDF ആണ് മുന്നിട്ട് നിൽക്കുന്നത്. 56-50 എന്നുള്ളതാണ് കണക്ക്. PC വിശ്വനാഥ് കുണ്ടറയിൽ ഇപ്പോഴും മുന്നിലാണ്. ഏറ്റവും ഒടുവിൽ ഗണേഷ് കുമാർ ഇപ്പോഴും ലീഡ് ചെയ്യുന്നു എന്നുള്ള വിവരം വന്നുകൊണ്ടിരിക്കുകയാണ്. 3-4 മണ്ഡലങ്ങളിൽ NDAയുടെ ലീഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ NDA പുറകോട്ട് പോയിരിക്കുന്നു. ഇപ്പോൾ ഒരു മണ്ഡലങ്ങളും NDA ലീഡില്ല. വളരെ പ്രധാനപ്പെട്ട കാര്യം, അരുവിക്കരയിൽ VS ശിവകുമാർ മുന്നിലാണ് 121 വോട്ടുകൾക്ക്. റാന്നിയിൽ പഴകുളം മധു 125 വോട്ടുകൾക്ക് മുന്നിലാണ് എന്ന കണക്കുണ്ട്. റാന്നിയിൽ പഴകുളം മധു മുന്നിലാണ്. അരുവിക്കരയിൽ VS ശിവകുമാർ 151 വോട്ടുകൾക്ക് മുന്നിലാണ്. ഉടുമ്പൻചോലയിൽ സേനാപതി വേണു മുന്നിട്ട് നിൽക്കുന്നു. ഉടുമ്പൻചോലയിൽ സേനാപതി വേണു UDF ലീഡ് ചെയ്യുന്നു. നാട്ടകം സുരേഷ്, കോട്ടയത്ത് UDFന് അനുകൂലമായ ഒരു നിലയുണ്ട്. ഇപ്പോൾ കോട്ടയത്ത് പല മണ്ഡലങ്ങളിലും 64 വോട്ടുകൾക്ക് മൂവാറ്റുപുഴയിൽ മുന്നിൽ. മൂവാറ്റുപുഴയിൽ മാത്യു കുഴൽനാളിന് 64 വോട്ടുകൾക്ക് മുന്നിൽ എന്ന പുതിയ ഒരു കണക്ക് കൂടി വരുന്നുണ്ട്. തൃശ്ശൂരിൽ ആലങ്കോട് ലീലാകൃഷ്ണൻ LDF മുന്നിൽ. തൃശ്ശൂരിൽ LDF ലീഡ് നേടുന്നു. നേരത്തെ പത്മജ വേണുഗോപാലിനായിരുന്നു ലീഡ്. പക്ഷേ അവിടെ ഇപ്പോൾ LDFന്റെ ലീഡാണ്. ഉടുമ്പൻചോലയിൽ UDF മുന്നിട്ട് നിൽക്കുന്നു. കടുത്തുരുത്തിയിൽ UDF, പാലായിൽ EVM-ഉം ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പാലായിലെ കണക്ക് വളരെ നിർണായകമാണ്. EVM-ഉം എണ്ണി തുടങ്ങി. പല മണ്ഡലങ്ങളിലും EVM എണ്ണി തുടങ്ങി കഴിഞ്ഞു. പോസ്റ്റൽ വോട്ടുകൾ അത്ര കണ്ടില്ലായിരുന്നു ഇത്തവണ, അല്ലേ? കുറവായിരുന്നു. ശരി, എന്തായാലും നേമത്ത് വി ശിവൻകുട്ടി ലീഡ് 88 ഉയർന്നിരിക്കുന്നു. നേമത്ത് വി ശിവൻകുട്ടി 88 വോട്ടുകൾക്ക് മുന്നിലാണ്. കോവളത്ത് M. വിൻസെന്റ് 59 വോട്ടുകൾക്ക് മുന്നിൽ. UDF സ്ഥാനാർത്ഥി M. വിൻസെന്റ്. അശ്വിനി വീണ്ടും ലീഡ് ചെയ്യുന്നു എന്നുള്ള വാർത്ത കൂടിയുണ്ട്. പാലായിൽ മാനസി കാപ്പന് ലീഡ്. നെയ്യാറ്റിൻകരയിൽ N. ശക്തൻ ലീഡ് തിരിച്ചുപിടിക്കുന്നു 12 വോട്ടുകൾക്ക്. നെയ്യാറ്റിൻകരയിൽ N. ശക്തൻ ലീഡ് തിരിച്ചുപിടിക്കുന്നു 12 വോട്ടുകൾക്ക്. കൊല്ലത്ത് ബിന്ദു കൃഷ്ണ 63 വോട്ടുകൾക്ക് മുന്നിൽ. മലപ്പുറത്ത് PK കുഞ്ഞായി